ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ CPM നേതാവ് പി രാജീവിനെതിരെ കടുത്ത വിമർശനമുയർന്നു. അദ്ദേഹം കയർ മേഖലയെ തകർത്തു എന്നാണ് അവിടെ ആരോപണം ഉയർന്നത്. മാത്രമല്ല പി രാജീവ് മുതലാളിമാർക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിച്ചത് എന്നുകൂടി ആരോപണം ഉയർന്നുവെന്നാണ് വിശ്വാസയോഗ്യമായ കേന്ദ്രങ്ങൾ പറയുന്നത്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് തത്സമയം ചേരുകയാണ്. അശ്വിൻ, പി രാജീവിനെതിരെ ഇത്രയും നിർദ്ദയമായ വിമർശനങ്ങൾ ഉയരാനുള്ള അടിസ്ഥാനം എന്താണ്? ഏറ്റവും പ്രധാനമായി ആലപ്പുഴയിലെ കയർ മേഖലയുടെ വൻപൻ പരാജയമാണ്. കഴിഞ്ഞ ഏറെ വർഷങ്ങളായി കയർ മേഖല സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇതിന്റെ വിഷമവും പ്രശ്നങ്ങളുമൊക്കെ പറയാൻ കയർ തൊഴിലാളികൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ അനുഭവമുള്ള കയർ തൊഴിലാളി സംഘടനകൾ പോലും പി രാജീവിനെ വ്യവസായ മന്ത്രി എന്ന നിലയിൽ കയർ മന്ത്രി എന്നുള്ള നിലയിൽ നേരിട്ട് കണ്ടെങ്കിലും യാതൊരു അനുകൂലമായ ഇടപെടലുകളും വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് കയർ തൊഴിലാളി സംഘടനയുടെ തന്നെ പ്രതിനിധികൾ പറയുന്നത്. അതേ വിമർശനം തന്നെയാണ് ഇന്നലെ ചേർന്ന ജില്ലാ കമ്മിറ്റിയിലും ഉണ്ടായത്. മന്ത്രി മുതലാളിമാർക്ക് വേണ്ടി പ്രവർത്തിച്ചെന്നും കയർ മേഖല അപ്പാടെ തകർത്തു എന്നുള്ളതാണ് അവരുടെ പരാതി. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കയർ തൊഴിലാളി വീടുകളിലേക്ക് വോട്ട് ചോദിച്ച് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥ അത് മന്ത്രിയുടെ പ്രവർത്തനം കാരണം ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു വിമർശനം. വീടുകളിലേക്ക് ചെല്ലുമ്പോൾ കയർ മേഖലയ്ക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു, ഞങ്ങൾ എന്തിന് LDF വോട്ട് ചെയ്യണം എന്ന ചോദ്യം ഈ തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുണ്ടായി. അതിന് മറുപടി ഇല്ലാതെ നിൽക്കേണ്ട അവസ്ഥ CPM പ്രവർത്തകർക്കുണ്ടായി എന്നുള്ളതും ഇന്നലെ ചില ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ കമ്മിറ്റിയിൽ വിമർശിച്ചിട്ടുണ്ട്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട പല കയർ കേരള അടക്കം പല പരിപാടികളും പല കോൺക്ലേവുകളും സംഘടിപ്പിച്ചെങ്കിലും അതൊക്കെ വാഗ്ദാനങ്ങൾക്കപ്പുറത്തേക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രാവർത്തികമായില്ല എന്ന പരാതി കൂടി ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും കടുത്ത വിമർശനം പല നേതാക്കൾക്കെതിരെയും കഴിഞ്ഞ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി കയർ മേഖലയിലെ ഈ പ്രതിസന്ധി കൂടി ഉയർന്നിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റി ഇന്നും തുടരും. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.